എല്ലാവർക്കും നമസ്കാരം. ഹയർ എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കാർഡിയാക് കെയർ ടെക്നോളജി, കാർഡിയോ വാസ്കുലർ ടെക്നോളജി, കാർഡിയോളജി എന്നൊക്കെ പറഞ്ഞിട്ട് കോഴ്സുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇതിൽ കാർഡിയാക് കെയർ ടെക്നോളജിയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. കാർഡിയോ വാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്നത് കേരളത്തിലാണ്, കാർഡിയോളജി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കാർഡിയാക് കെയർ ടെക്നോളജിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാർഡിയാക് കെയർ ടെക്നോളജി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ, കർണാടക രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ അലൈഡ് ഹെൽത്ത് സയൻസിൽ വരുന്നൊരു കോഴ്സാണ് കാർഡിയാക് കെയർ ടെക്നോളജി എന്ന് പറയുന്നത്. ഇത് കോഴ്സ് എന്താണ്, ഈ കോഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, ഇതിൻ്റെ ഡ്യൂറേഷൻ എന്താണ്, എന്ത് ജോലിയാണ് ഇതിൽ ചെയ്യേണ്ടി വരിക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഈ കാർഡിയാക് കെയർ ടെക്നോളജി എന്ന് പറയുന്നത് അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിൽ വരുന്ന മറ്റ് കോഴ്സുകളാണ് MLT, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, MIT, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റീനൽ ഡയാലിസിസ് ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, എമർജൻസി മെഡിസിൻ, അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി തുടങ്ങിയ കോഴ്സുകളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോഴ്സുകൾക്കെല്ലാം ഫസ്റ്റ് ഇയറിൽ വരുന്നത് സെയിം സബ്ജക്റ്റുകളാണ് എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ കാണുന്ന 90% ആളുകളും +2 സയൻസ് കഴിഞ്ഞതിന് ശേഷം കാർഡിയാക് കെയർ ടെക്നോളജി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൊതുവേ ഉണ്ടാകുന്നൊരു സംശയമാണ്, +2 പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണോ നമുക്കിവിടെ വന്നിട്ട് പഠിക്കേണ്ടി വരിക, എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടാകും, കുറേ ടഫായിരിക്കുമോ പഠിക്കാനെന്നൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് എന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു 5 സബ്ജക്റ്റുകളാണുള്ളത്. ഈ സബ്ജക്റ്റിൻ്റെ പേരുകളൊന്നും നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല, കാരണം +2 ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അനാട്ടമി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുക്കുകയാണ്, അതുപോലെ തന്നെ ഫിസിയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുക്കുകയാണ്. അനാട്ടമി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇപ്പോൾ ഹേർട്ട് ഉണ്ട്. ഹേർട്ടിനെ നമ്മൾ അനാട്ടമിയിൽ അതിൻ്റെ സ്ട്രക്ചറൽ പരമായിട്ടാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനെ ഫിസിയോളജിയിലേക്ക് വരുന്ന സമയത്ത് അതിനെ ഫങ്ഷണലായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹൃദയത്തിൻ്റെ ഘടനാപരമായിട്ട് ഹൃദയത്തിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ അനാട്ടമിയിൽ പഠിക്കുന്നതെങ്കിൽ, ഫിസിയോളജിയിലേക്ക് വരുന്ന സമയത്ത് ഹേർട്ടിൻ്റെ ഉപകാരം എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ബയോകെമിസ്ട്രിയിൽ വരുന്ന സമയത്ത്, അതുപോലെ തന്നെ പാത്തോജൻസ് ആണ്, രോഗകാരികളായിട്ടുള്ള അണുക്കളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോബയോളജിയിൽ വ്യത്യസ്ത തരമായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സ്റ്റെറിലൈസേഷൻ, ഡിസിൻഫെക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് മൈക്രോബയോളജിയിൽ. ഇനി ഫസ്റ്റ് ഇയറിൽ വരുന്ന സമയത്ത് നമുക്ക് പോസ്റ്റിങ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പൊതുവേ നമ്മളിപ്പോൾ കോളേജിലേക്ക് വരുന്ന സമയത്ത് തന്നെ പോസ്റ്റിങ്സിന് പോവുക അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ പോവുക എന്നുള്ള രീതിയിലല്ല നമ്മൾ അലൈഡ് ഹെൽത്ത് സയൻസിൽ വരുന്നത്. ഒരു 95% കോളേജസിലൂടെ, ചില കോളേജസിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ പോസ്റ്റിങ്സ് കൊടുക്കുന്ന കോളേജുകളും ഉണ്ട്. പൊതുവെ ഒരു 95% കോളേജസിലും സെക്കൻഡ് ഇയർ മുതലാണ് പോസ്റ്റിങ്സ് തുടങ്ങുന്നത്. സെക്കൻഡ് ഇയർ മുതലാണ് നമ്മൾ കോഴ്സിലേക്ക് ഇറങ്ങുന്നത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഈ പറയുന്ന 5 സബ്ജക്റ്റുകൾ. സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ നമ്മൾ നമ്മുടെ കോഴ്സിലേക്ക് ഡീപ്പായിട്ട് പഠിക്കും എന്നുള്ളതാണ്. കുറച്ചും കൂടെ ഫസ്റ്റ് ഇയറിലെ എല്ലാ സ്ട്രീം എടുത്ത കുട്ടികളും, അത് ഈ OTAT എടുത്ത ആയിക്കോട്ടെ, മറ്റേതെങ്കിലും അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സുകൾ എടുത്ത കുട്ടികളൊക്കെ നിങ്ങളുടെ ക്ലാസ്സിലായിരിക്കും ഉണ്ടാവുക, ഒരു 95% കോളേജിലും. പക്ഷേ സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് നമ്മൾ കാർഡിയാക് കെയർ ടെക്നോളജി എടുത്ത കുട്ടികൾ സെപ്പറേറ്റ് സ്ട്രീം, സെപ്പറേറ്റ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് സെപ്പറേറ്റ് സിലബസ് ആണുള്ളത്. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ സിമ്പിളായിട്ട് ഇതിൻ്റെ ജോലി എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞ് ഈ കാര്യം ഒരു ക്ലാരിറ്റി വരുത്താം. അതായത് നമുക്കിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കാത്ത് ലാബിൽ ഉള്ളൊരു ജോലിയാണ്. മെയിൻലി ഒരു ഡോക്ടറായിട്ടല്ല അവിടെ നിൽക്കുന്നത്, നമ്മൾ ടെക്നീഷ്യൻസ് ആണ്. നമ്മൾ ഡോക്ടറെ, അതായത് കാർഡിയോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുന്ന ജോലിയാണ്. നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും കാത്ത് ലാബിലൊക്കെ ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാർഡിയാക് കെയർ ടെക്നീഷ്യൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പം അത് മെയിൻലി നമുക്കൊരു സംശയം ഉണ്ടാവും, നമുക്ക് കാത്ത് ലാബിൽ മാത്രമാണോ പോസ്റ്റിങ്സ് ഉണ്ടാവുക, സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലുമാണ് പോസ്റ്റിങ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും നിങ്ങൾക്ക് ഹോസ്പിറ്റൽസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റിങ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. എല്ലാവരെയും ഈ പഠിക്കുന്ന ഒരു കോളേജിൽ ഇപ്പോൾ 15 കുട്ടികളായിരിക്കും ഒരു ഇയറിൽ കാർഡിയാക് കെയർ ടെക്നോളജി പഠിക്കുന്നതെന്ന് വിചാരിക്കുക. ആ 15 കുട്ടികൾക്കും എന്താണ് ഒരു കാത്ത് ലാബിൽ ഒരേ നിമിഷം നിൽക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ICUകളിൽ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ വാർഡുകളിലൊക്കെ നമുക്ക് പോസ്റ്റിങ്സ് ഉണ്ടാവും. അപ്പം ആ ഒരു മേഖലയിലൊക്കെ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും നമുക്ക് പോസ്റ്റിങ്ങുകൾ ഉണ്ടാവും. തേർഡ് ഇയർ ആകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കാത്ത് ലാബിലായിരിക്കും പോസ്റ്റിംഗ് ഉണ്ടാവുക. 4ാമത്തെ വർഷം ഇൻറ്റേൺഷിപ്പിന് കൃത്യമായിട്ട് നമുക്ക് കാത്ത് ലാബിൽ തന്നെയായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ല ഹോസ്പിറ്റലിൽ തന്നെ എടുക്കുക. കാരണം കാർഡിയാക്കിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും, അത്രയും നല്ല ഫാക്കൽറ്റീസിനെ കിട്ടും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം. കാരണം പല കുട്ടികളും കൃത്യമായിട്ട് ഹോസ്പിറ്റലോ കൃത്യമായിട്ടുള്ള ഒരു പോസ്റ്റിങ്ങോ കിട്ടാത്ത ഹോസ്പിറ്റൽസിൽ പോയിട്ട്
ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള രീതിയിലേക്ക് നിങ്ങളുടെ പോയി ചേരാണ്ടിരിക്കുക. കൃത്യമായിട്ട് ഹോസ്പിറ്റലും പോസ്റ്റിംഗ് നൽകുന്ന കോളേജുകൾ മാത്രം ചൂസ് ചെയ്യുക. കാർഡിയാക് കെയർ ടെക്നോളജിയെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനായിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ട് കാർഡിയാക് കെയർ ടെക്നോളജിയെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്, ഈ ഒരു കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഈ കാര്യത്തിൽ കാർഡിയാക് കെയർ ടെക്നോളജിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അതുപോലെ തന്നെ അഡ്മിഷൻ ഗൈഡൻസിന് വേണ്ടിയിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഗൈഡൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ്റെ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ മറ്റ് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മറ്റ് കോഴ്സുകളെ കുറിച്ചൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാനും മറക്കണ്ട.